നമ്മളൊക്കെ വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചില എറേഴ്സ് അല്ലെങ്കിൽ ഒമിഷൻസ് ഒക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. അങ്ങനെ 10,000 മുകളിലുള്ള എറേഴ്സ് അല്ലെങ്കിൽ ഒമിഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസിൽ ഉണ്ടായിരുന്ന റൂൾ പ്രകാരം നമ്മൾ വോളണ്ടറി ഡിസ്ക്ലോഷർ അഥവാ VD സബ്മിറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ എഫക്റ്റീവ്ലി ഫ്രം 1st January 2025 ഓൺവേർഡ്സ് ഈ പറയുന്ന 10,000 ലിമിറ്റിനൊന്നും ബാധകമല്ല. താഴെ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എറേഴ്സ് അല്ലെങ്കിൽ ഒമിഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫയൽ എ മാൻഡേറ്ററി വോളണ്ടറി റിട്ടേൺ. ഒന്നാമത്തെ കേസിൽ സ്റ്റാൻഡേർഡ് റേറ്റ് സെയിൽസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദുബായ് എമിറേറ്റിലെ സെയിൽ എടുത്തിട്ട് അബുദാബി എമിറേറ്റിലേക്കും അങ്ങനെ മറ്റ് എമിറേറ്റിലേക്കും മാറിപ്പോയി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് എറർ. ഈ ഒരു സിറ്റുവേഷൻ വന്നാലും FTAക്ക് കൊടുക്കേണ്ട ടാക്സ് ബോർഡിനകത്ത് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ FTAയുടെ നിലവിലെ റൂൾ പ്രകാരം അവർ പറഞ്ഞത് ഈ ഒരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, VD സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ 0% സെയിൽസ് ഉണ്ടായി, എയ്തർ അണ്ടർ റിപ്പോർട്ടിംഗ് ആയി അല്ലെങ്കിൽ ഓവർ റിപ്പോർട്ടിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും FTAയുടെ ന്യൂ റൂൾ പ്രകാരം VD സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കേസ് എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്. അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അണ്ടർ റിപ്പോർട്ടിംഗോ ഓവർ റിപ്പോർട്ടിംഗോ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ റൂൾ പ്രകാരം നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം, VD സബ്മിറ്റ് ചെയ്യേണ്ട. ഇത്തരത്തിലുള്ള UAE വാറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക.